ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പ്രോഗ്രാം ഒരു സർക്കിളിൻ്റെ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ എൽ എന്ന് പറയുന്ന ആ ഫങ്ഷൻ അത് ആക്ച്വലി ഒരു സ്ട്രിങ് മാനിപ്പുലേറ്ററാണ്. അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ എല്ലും പിന്നെ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ന്യൂ ലൈൻ ക്യാരക്ടറിനെ പറ്റി ഇതൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്രോഗ്രാമിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമ്മൾ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡയമീറ്ററും പിന്നെ ഏരിയയും കൂടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതായത് ആദ്യത്തെ ഇപ്പം നമ്മളിപ്പം എൻ്റെ അടുത്ത് റേഡിയസ് ഓഫ് എ സർക്കിൾ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആദ്യം ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് പറഞ്ഞ് അതിൻ്റെ വാല്യൂ ഡയമീറ്റർ എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്യണം. ഡയമീറ്റർ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന റേഡിയസിൻ്റെ ഡബിൾ എടുത്താൽ മതി. അതിന് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, R×2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റുവിന് പകരം സ്റ്റാർ എന്ന സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് എന്നിട്ടൊരു സ്പേസും കൂടെ കൊടുത്തിട്ട് ഡബിൾ കോട്ട്സ് ഇട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് R×2 എന്ന് പറയുന്ന ആ ഇക്വേഷൻ തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണോ അതായിരിക്കും ഇതിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ഈസ് കഴിഞ്ഞ് ഒരു സ്പേസ് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ R×2 എന്ന ആ ഇക്വേഷൻ്റെ റിസൾട്ടായിരിക്കും, അതായത് ഡയമീറ്റർ. എന്നിട്ട് അടുത്ത ലൈനിൽ ഞാൻ വീണ്ടും അടുത്തൊരു സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അടുത്ത ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അവസാനം ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ ആയിട്ട് ഞാനിവിടെ ഏരിയ എന്ന് പറയുന്ന ആ വേരിയബിളിനെ മെൻഷൻ ചെയ്തു. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഏരിയ എന്ന് പറയുന്ന വേരിയബിളും മെൻഷൻ ചെയ്തു. അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏരിയയെല്ലാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഡിസ്പ്ലേ ചെയ്യുന്നത് 2 ലൈനായിട്ടായിരിക്കണം എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഒറ്റ ലൈനായിട്ട് ആവാൻ പാടില്ല, 2 ലൈനായിട്ടാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുവേണ്ടി സി ഔട്ട് എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സി ഔട്ട് എന്ന് പറഞ്ഞ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ലൈനിൽ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സി ഔട്ട് എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ രൂപത്തിലായിരിക്കും. അതായത് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ്, ഇപ്പം നമ്മൾ 5 ആണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ, റേഡിയസ് 5 ആണ് എൻ്റർ ചെയ്ത് കൊടുത്തത് എങ്കിൽ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് എന്ന് പറഞ്ഞാൽ 10, അതായത് R×2 എന്ന് പറഞ്ഞാൽ 10 ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അടുത്ത ലൈനിൽ നമ്മൾ അടുത്ത പ്രോഗ്രാം എഴുതിയ ആ സെയിം സാധനം ഔട്ട്പുട്ട് സ്ക്രീനിൽ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ എവിടെയാണോ 10 എന്ന് എഴുതി കാണിച്ചത് അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സംഭവം എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും ഒരു പാട്ട് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അത് 2 ലൈനിൽ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതി എന്നും പറഞ്ഞ് അത് 2 ലൈനിൽ ഡിസ്പ്ലേ ചെയ്യത്തില്ല. 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി എന്നും പറഞ്ഞ് അത് 2 ലൈനിൽ അത് ഡിസ്പ്ലേ ചെയ്യത്തില്ല. എവിടെയാണ് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്താണോ എഴുതി വച്ചത് അത് കഴ്സർ അവിടെ തന്നെ ആയിരിക്കും. അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് 10 എന്ന് പറഞ്ഞിട്ട് അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ അങ്ങ് എഴുതി കാണിച്ചത്. കാരണം അങ്ങനെയാണ് ഈ C++ ആയിരുന്നാലും സിയിലായിരുന്നാലും ഈ ഒരു രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ഈ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഇതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് അടുത്ത ലൈനിലായിരിക്കത്തില്ല അടുത്ത സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സെയിം ലൈനിൽ തന്നെ അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും, കഴ്സർ അവിടെ തന്നെയായിരിക്കും. 10 എന്നുള്ളത് വന്ന് കഴ്സർ അവിടെ തന്നെയായിരിക്കും. അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ലൈൻ, പുതിയ ലൈൻ, അതായത് ഈ 10 കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ നിന്ന് വേണം നമുക്ക് ഏരിയ ഓഫ് ദി സർക്കിൾ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനു വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് എൻ്റെ എൽ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ. അതിന് നമ്മൾ സ്ട്രിങ് മാനിപ്പുലേറ്റർ എന്നാണ് ടെക്നിക്കലി പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എവിടെയാണോ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ചെയ്യേണ്ട ആ ഭാഗത്ത് ഈ എൻ്റെ എൽ എന്ന് എഴുതി കൊടുക്കുന്നു. ഈ എൻ്റെ എല്ലിന് മുന്നേ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതായത് 2 ലെസ് ദാൻ സിമ്പിൾ അതും കൂടെ ചേർത്താണ് എൻ്റെ എൽ എഴുതുന്നത്. അപ്പോൾ ഇത് ഈ എൻ്റെ എൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ന്യൂ ലൈൻ അവിടെ ക്രിയേറ്റ് ആവുന്നത്. കഴ്സർ ഇവിടെ നിന്ന് അടുത്ത ലൈനിലോട്ട് വന്ന് നിൽക്കും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നായിരിക്കും ബാക്കി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മെത്തേഡാണ് ഈ എൻ്റെ എൽ എന്നുള്ളത്.
ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എൻഡെൽ എന്നുള്ളത് ഈ ലെസ് ദാൻ സിമ്പിൾ, രണ്ട് ലെസ് ദാൻ സിമ്പിൾ, അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ കൂടെയാണ് ഈ എൻഡ് എൽ എന്ന സംഭവം എഴുതുന്നത്. മാത്രമല്ല ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്തല്ല ഈ എൻഡ് എൽ മെൻഷൻ ചെയ്യുന്നത്. ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് എൻഡ് എൽ എന്ന് എഴുതുകയാണെങ്കിൽ അങ്ങനെ ഇത് ഈ സംഭവം തന്നെ അങ്ങ് ഡിസ്പ്ലേ ചെയ്തു വരും, എൻഡ് എൽ എന്ന് ഡിസ്പ്ലേ ചെയ്തു വരും. നമുക്ക് അതല്ല വേണ്ടത്, ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത്. അതുകൊണ്ട് ഈ കോഡ്സിൻ്റെ അകത്തായിരിക്കത്തില്ല കൊടുക്കുന്നത്, കോഡ്സിൻ്റെ പുറത്ത് എവിടെയാണോ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ഈ 6x2 അതിൻ്റെ വാല്യൂവും ഡിസ്പ്ലേ ചെയ്തിട്ട് ഇവിടെ 10 എന്ന് ഡിസ്പ്ലേ ചെയ്തു. ആ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനാണ് ഇവിടെ എൻഡ് എൽ എന്ന് കൊടുത്തത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പുതിയ ലൈൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് അടുത്ത് അപ്പോൾ കേഴ്സർ താഴെ വരും. എന്നിട്ട് ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്ന ആ പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നായിരിക്കും പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻഡ് എൽ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ ഇതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് വേറെ ഒരു മെത്തേഡും കൂടെയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ആ മെത്തേഡാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. അതാണ് ഈ \n എന്ന് പറയുന്ന ഒരു സംഭവം. അതിനെ ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഇത് \, ആണ്, സ്ലാഷ് അല്ല, \. അതിൻ്റെ ആംഗിൾ കുറച്ചൊന്ന് ബാക്കിലോട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് \n ഇത് ആക്ച്വലി 2 അക്ഷരമാണെങ്കിലും ഒരു സിംഗിൾ ക്യാരക്ടറായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം എടുക്കുന്നത്. ഈ \n എന്ന് പറയുന്ന സംഭവത്തെ സിംഗിൾ ക്യാരക്ടറായിട്ടാണ് പ്രോഗ്രാം എടുക്കുന്നത്. അതിനെ ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഈ ന്യൂ ലൈൻ ക്യാരക്ടർ ഉപയോഗിക്കുന്നത് ഒരു പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക, അതിനുവേണ്ടി തന്നെയാണ് ന്യൂ ലൈൻ ക്യാരക്ടർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് ഈ \n എന്ന സംഭവം കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഡബിൾ കോഡ്സ് ഇട്ടിട്ടാണ് ഞാൻ \n എന്ന് ടൈപ്പ് ചെയ്തത്. അതായത് \n എന്നുള്ളത് ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്താണ് എപ്പോഴും കൊടുക്കേണ്ടത്, എന്നാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. നമ്മൾ എൻഡെൽ എന്ന് പറയുന്ന സംഭവം ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്തല്ല കൊടുത്തത്, പുറത്താണ്. ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ കേട്ടിട്ടാണ് എൻഡെൽ എന്ന സംഭവം കൊടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ട് ഈ കോഡ്സ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ കോഡ്സിൻ്റെ അകത്താണ് ഈ \n എന്ന സംഭവം ടൈപ്പ് ചെയ്തത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ \n എന്നുള്ള സംഭവം അതുപോലെ തന്നെ \n എന്ന് ഡിസ്പ്ലേ ആവത്തില്ല. പകരം ഒരു പുതിയൊരു ലൈൻ ക്രിയേറ്റ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ \n എന്ന സംഭവം ഒരിക്കലും ഔട്ട്പുട്ട് സ്ക്രീനിൽ \n എന്നിവിടെ ഏരിയയുടെ ഭാഗത്ത് \n എന്ന് വരത്തില്ല. പകരം ഒരു പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു \n എന്ന് പറയുന്ന ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുക്കുന്നത്. ഇവിടെ ഈ മോളത്തെ C out എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ 6x2 എന്ന സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇവിടെ 10 എന്ന് വരും. എന്നിട്ട് അടുത്ത C out എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഡിസ്പ്ലേ ചെയ്യാൻ കാണിക്കുന്നത് ഈ \n എന്ന സംഭവമാണ് ആദ്യം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ \n എന്ന് പറഞ്ഞാൽ അത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ന്യൂ ലൈൻ ക്യാരക്ടറാണത് ആ \n എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ കർസർ ഇവിടെ നിന്ന് അടുത്ത താഴെ ഇവിടെ വന്ന് നിൽക്കും. അതായത് ഈ \n എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കർസർ മോളിൽ നിന്ന് താഴത്തെ നെക്സ്റ്റ് ലൈനിൽ അതിൻ്റെ ബിഗിനിങ്ങിൽ വന്ന് നിൽക്കും. എന്നിട്ടായിരിക്കും ബാക്കിയുള്ളത് അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് എൻഡ് എല്ലിൻ്റെ സെയിം പർപ്പസ് തന്നെയാണ് \n ഉള്ളത്. കൺവീനിയൻ്റ് ആയിട്ട് ഏതാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. എൻ്റെ ഒപ്പീനിയനിൽ \n ആണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് വേണം \n കൊടുക്കേണ്ടത്. ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ എന്നാണ് ഈ \n പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ അടുത്തൊരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു സംഭവം ചെയ്യണം, പുതിയൊരു ഹെഡർ ഫയലും കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിൽ കാണിച്ചു തരാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലായിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂളിലെ തിയറിയിൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് മോഡ്യൂളിൽ ആക്ച്വലി തിയറി ചോദിക്കത്തില്ല, മീൻസ് പ്രോഗ്രാം ഒന്നും ചോദിക്കത്തില്ല. ഫസ്റ്റ് മോഡ്യൂളിൽ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം, എന്നാലേ ആ തിയറിയും കൂടെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ 2-3 സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ പ്രോഗ്രാംസ് ഒന്നും ഇങ്ങനെ റേഡിയസും ഡയമീറ്ററും ഏരിയയൊന്നും ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല. കാരണം ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസാണ്, ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇത് അറിഞ്ഞിരുന്നാലേ അതിൻ്റെ തിയറി പഠിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ നമുക്ക് തിയറിയും പഠിക്കാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.